നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മയൂരി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം, അതിനെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. അപ്പോഴേക്ക് സേതു എന്നിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഈ കല്യാണം നമുക്ക് നടത്താം. എന്തു വന്നാലും ഈ സേതുവേട്ടൻ മോളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു, എനിക്ക് ടെൻഷനൊന്നും ഇല്ല സേതുവേട്ട, അതൊക്കെ എനിക്ക് അറിയരുതോ എന്ന് സേതു പറഞ്ഞു. പിന്നീട് മയൂരി അങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം വേണുഗോപാലിന്റെ അടുത്ത് എന്നിട്ട് സേതു പറഞ്ഞു, അതെ, ഇനി ഒരു കാരണവശാലും ആ പാവം പിടിച്ച മയൂരി വേദനിപ്പിക്കരുത്. ഈ കല്യാണം എത്ര വട്ടമാ ഈ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നേ. അത് കേട്ടപ്പം വേണുഗോപാൽ പറഞ്ഞു, സേതു, എനിക്കിപ്പം ഈ കല്യാണം നടത്തുന്നതിന് എതിർപ്പൊന്നുമില്ല. കല്യാണം നടത്തണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി എൻ്റെ മോളെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊടുവിലെ യാത്ര പറഞ്ഞ് നേരെ പോരുവാണ്. പിന്നീട് പൊന്നുമ്പടത്തിലെത്തി പൂർണിമയോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇതിനെക്കുറിച്ചൊക്കെ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു, പാവ കൊച്ച, എത്ര വട്ടം വെച്ചാൽ എൻ്റെ കല്യാണം മുടങ്ങുന്നേ, അതിൻ്റെ ഒരു വിധി, അല്ലാതെ എന്താ. അല്ല, ഇനി ഈ കല്യാണം വല്ലതും നടക്കുമോ മോളെ എന്ന് പല്ലവിയോട് ചോദിച്ചു. പല്ലവി പറഞ്ഞു, നടത്തണമെന്നും പറഞ്ഞോണ്ടാ വേണു സാർ ഇരിക്കുന്നേ, പക്ഷെ എങ്കിൽ ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അല്ല, അതെന്താ ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തെ? അതെ, ആ വേണു സാറുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതാണ് അതിന് കാരണം. പക്ഷെ ആ പ്രശ്നം എന്താന്ന് പറയാനായിട്ട്, തുറന്നു പറയാൻ വേണു സാർ ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം എന്തോ ഉണ്ട്, എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടെന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാവരും നല്ല വിഷമത്തിലാണ്. അച്ചു, ശ്രീഹരി അവരൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ബേബി ചേച്ചി അവരുടെ കൂടെ തന്നെയുണ്ട്. ഈ സമയം ഇന്ദ്രനും പ്രതാപനും അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ ബേബി ചേച്ചി ചായ സ്നാക്സും കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റ് ആയിരുന്നു കൊണ്ടേ വെച്ചേ. ഇന്ദ്രൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്താ ബേബി ആന്റി, ചായയും ബിസ്ക്കറ്റും മാത്രമുള്ളോ? അത് കേട്ടപ്പം എല്ലാരും ഇന്ദ്രനെ നോക്കുകയാണ്. ഞാൻ കരുതി വല്ല പഴംപൊരി ഉണ്ടാക്കാമെന്ന്, ഇന്ന് എനിക്ക് പഴംപൊരി കഴിക്കാനുള്ള മൂടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ബേബി ചേച്ചി പറഞ്ഞു, ഞാൻ പഴംപൊരി ഉണ്ടാക്കിയില്ല. ഓ ആ, ഇനിയിപ്പം ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റും ചായ എടുത്ത് കഴിക്കണം. പിന്നീട് പ്രതാപനോട് പറഞ്ഞു, എടുത്ത് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതാപനും ചായയും ബിസ്ക്കറ്റും എടുക്കണം. ആ സമയം സേതു പറഞ്ഞു, ആക്രാന്തം കാണിക്കണ്ട, പതൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒടുവില് അവരെയൊക്കെ നോക്കി, അവരെയൊക്കെ ഇന്ദ്രനൊന്ന് നോക്കിയിട്ട് ബേബി ചേച്ചി പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുക, ഇവിടുത്തെ ചർച്ചകളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനേ പോയി പഴംപൊരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്, വാടാ പ്രതാപ, നമുക്ക് പോയേക്കാം, ഇവരുടെ ചർച്ചയൊന്നും മുടക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രന് പ്രതാപനും കൂട്ടി അവിടുന്ന് പോയി. ബേബി ചേച്ചി പറഞ്ഞു, ഉച്ചയ്ക്ക് മൃഷ്ടാന ഭോജനം കഴിഞ്ഞ, എന്നിട്ട് ഇത്ര സമയമായുള്ളൂ, അപ്പത്തേനുമാണ് പഴംപൊരിയും ചായ. അത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കു ബേബി, ഇനിയിപ്പോൾ ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ബേബി ചേച്ചി പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്തേലും അറിയണോ, ഋതു ഇതുവരെയായിട്ടും മുറിയിൽ നിന്ന് ഇറങ്ങി പോലും വന്നിട്ടില്ല, ആഹാരം പോലും കഴിച്ചിട്ടില്ല, അവനതൊന്നും അറിയണ്ട, സ്വന്തം ഭാര്യയുടെ കാര്യമൊന്നും അറിയണ്ട, അവന് നന്നായിട്ട് കഴിച്ചാൽ മതി. അത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവി ചോദിച്ചു, ഋതു ഇറങ്ങി വന്നില്ലേ, അപ്പൊ ഋതുവിന് ആഹാരം കൊടുത്തില്ലേന്ന് ചോദിച്ചു. ഇല്ല കുഞ്ഞെ. അതെന്താ പരിപാടി ഉപയോഗിച്ച് കാണിച്ചെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനുണ്ടല്ലോ ആഹാരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നേ. സേതു പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയിട്ട് കോൾ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയത്ത് ദേവി ചേച്ചി പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടൊന്നും മോള് വന്ന് കഥ തുറക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞു. പല്ലവിക്ക് ആണെങ്കിൽ ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല്ലവിക്ക് അറിയാം ആഹാരമൊക്കെ നേരെ ചൊവ്വേ കഴിച്ചില്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം. അങ്ങനെ പിന്നീട് സേതു അങ്ങോട്ട് മാറിയിട്ട് ഫോൺ നമ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പരാ, ഇത് പ്രൈവറ്റ് നമ്പറാണല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഒടുവിൽ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേ തലക്കില് CI ആനന്ദകുമാർ ആയിരുന്നു. ഈ സമയത്ത് CI ആന്ന് അയാൾ പറഞ്ഞൊന്നുമില്ല. അയാൾ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുതകാംക്ഷയാന്ന് പറഞ്ഞു. അല്ല, എന്താ കാര്യം, എന്താ എനിക്ക് പറയാനുള്ള? നിങ്ങളുടെ പെങ്ങളെക്കുറിച്ചാ. പെങ്ങളെക്കുറിച്ചോ? അതെ, സ്വാതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാന്ന് ചോദിച്ചു. അതെ, എല്ലാവരും കോളേജിലേക്കൊക്കെ, ദൂരെയുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന പഠിക്കാനാ, പക്ഷേങ്കിൽ ചിലർ അങ്ങനെയല്ല, ചിലര് കറങ്ങി അടിച്ച് നടക്കും, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ചില വിവരങ്ങൾ തരാണ്ടെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് എന്തായാലും വെളിപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളുടെ പെങ്ങൾ ഇവിടെ വന്ന് പഠിക്കുമല്ല, പഠിച്ചു നടക്കേണ്ടവരെ പ്രേമിച്ച് നടക്കുക, അതൊരു ഊച്ചാളി ചെക്കൻ്റെ പിന്നാലെ നടക്കുന്നേ. പൊന്നുമ്പടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാമിലി അല്ലേ, അപ്പം അങ്ങനെയുള്ള ആ വീട്ടിലെ ഒരു പെങ്കൊച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അന്വേഷിച്ച് കണ്ടെത്തി. നിങ്ങളെ പെങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആനന്ദകുമാർ കോള് കട്ട് ചെയ്തു. ഇനിയിപ്പം അവൻ എങ്ങനെ സത്യങ്ങൾ കണ്ടെത്തുന്നൊന്നും അറിയണം, അവൻ്റെ അന്വേഷണം എന്നൊക്കെ വിചാരിക്കുവാണ്. ആ സമയം സേതുവിന് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും
പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് വന്നു. സേതു ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. പല്ലവി വന്നിട്ടുള്ള സേതുവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. സേതു പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അല്ല സേതുവേട്ടൻ എന്താ എന്നോട് പറയാനുള്ളേ? അത് എനിക്ക് സ്വാതിയെക്കുറിച്ചാണ് പറയാനുള്ളേ. സ്വാതിയെക്കുറിച്ചോ? സ്വാതിയെക്കുറിച്ച് എന്താ? അതെ, എൻ്റെ ഫോണിനകത്തേക്ക് ഇന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കോളോ? അതെ, സ്വാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ കോള് വന്നേ. പിന്നീട് ആ നമ്പർ കാണിച്ചു കൊടുക്കുവാണ്. ഇത് പ്രൈവറ്റ് നമ്പറാണല്ലോ സേതുവേട്ടാ. അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, നമ്മളെ സ്വകാര്യ വിവരങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒത്തിരി സ്വകാര്യം സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആണ് ഈ പ്രൈവറ്റ് നമ്പർ. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്പറൊന്നും കാണാൻ പറ്റില്ല. ആരാ വിളിച്ചത് എന്താ വിളിച്ചതെന്നും അറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അല്ല അവർ വിളിച്ചിട്ട് സ്വാതിയെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് സ്വാതിക്ക് ഏതോ ചെക്കനുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. അപ്പം അതുകൊണ്ട് സ്വാതിയെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ പറയണേ. എനിക്ക് നല്ല പേടിയുണ്ട് പല്ലവി. കാരണം ഋതുവിൻ്റെ അവസ്ഥ അറിയാലോ. ഋതുവിനെ പോലെ ഒന്നും സംഭവിച്ചുകൂടാ സ്വാതിക്ക്. ഇത് കേട്ടപ്പം പല്ലവി വെച്ചു. സേതുവേട്ടൻ അതൊക്കെ വിശ്വസിച്ചോ? അല്ല അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും നല്ലൊരു ടെൻഷനുണ്ട്. സേതുവേട്ട ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. സ്വാതിയോടൊന്നും സംസാരിച്ചു നോക്കാൻ മേലായിരുന്നു. സംസാരിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു. പിന്നെ ഓർത്ത് വേണ്ടാന്ന്. ഒരു കാര്യം നാളെ തന്നെ എന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. നാളെയോ? അതെ, നാളെ തന്നെ എന്ന് കൂട്ടിക്കൊണ്ട് വരണം. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് പല്ലവിയോട് ചോദിച്ചു, അല്ല നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അതെനിക്ക് ഋതുവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഋതുവിനെ കുറിച്ചോ? അതെന്താ ഋതുവിനെ കുറിച്ച് പറയാനുള്ളത്? അത് അവൾ ഈ സമയമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാനും അച്ഛനെ പോയി വിളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മ തടഞ്ഞു. വേണ്ട, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇറങ്ങി വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ 2 വട്ടം വിളിച്ചിട്ട് അവൾ കഥവ് തുറക്കാൻ കൂട്ടാക്കിയില്ല. ഒരു കാര്യം ചെയ്യുക, സേതുവേട്ടൻ വന്ന് വിളിക്കുക. സേതുവേട്ടൻ വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും അവൾ വന്ന് കഥവ് തുറക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, അല്ല ഞാൻ വിളിച്ചിട്ടുണ്ടെ തുറക്കുക സേതുവേട്ട വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില്ല സേതുവിനെ കൂട്ടിക്കൊണ്ട് പല്ലവി എന്നു. ഋതുവും മുറി ബോധം കിട്ടി കിടക്കാന്നുള്ള കാര്യം അവർക്കറിയില്ലോ. അവർ പോയി ഡോറെ മുട്ടുവാണ്. പക്ഷെ മുട്ടിയിട്ടും കഥവ് തുറന്നില്ല. ഇതെന്താ പല്ലവി തുറക്കാത്തേന്ന് ചോദിച്ചു. വീണ്ടും മുട്ടിയിട്ട് തുറക്കുന്നില്ല. മോളെ ഋതു ഞാനാ സേതുവേട്ടനാ തുറക്കാൻ പറഞ്ഞു. തുറന്നില്ല. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി രണ്ടുപേർക്കും. പെട്ടെന്ന് സേതു ഇങ്ങനെ ഞാൻ തള്ളി നോക്കി കഴിഞ്ഞപ്പോൾ കഥവ് ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. കഥവ് പെട്ടെന്ന് തുറന്നു വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് ഋതു ബോധമില്ലാതെ കിടക്കുന്നു. മോളേന്നും പെണ്ണിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അവര് ഋതുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഋതുവിന് ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് സേതു കുറച്ച് വെള്ളമൊക്കെ തളിച്ചു നോക്കി. ഒരു രക്ഷയില്ല. അവസാനം അങ്ങനെ ഋതുവിനെ കൊണ്ട് സേതുവും പല്ലവിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടെ പരിശോധിക്കുകയാണ്. പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതുവിന് പെട്ടെന്ന് ബോധം വന്നു. ബോധം വന്ന സമയത്ത് ഋതു പെട്ടെന്ന് വയലന്റ് ആവുകയാണ്. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ കയ്യിലിട്ടിങ്ങനെ ഡ്രിപ്പൊക്കെ വലിച്ചു പറിച്ച് കളയാൻ നോക്കുകയാണ്. അപ്പോഴേക്കും സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തു പറഞ്ഞു ഡോക്ടർ അവളെ. കാരണം അല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് സേതുവിനോടും പല്ലവിയോടും കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ കുട്ടി പ്രഗ്നന്റ് അല്ലേന്ന് ചോദിച്ചു. അതെ, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചെക്കപ്പ് നടത്തിയതിന്റെ. ഇല്ല ഡോക്ടറെ, തിരക്കിനിടയ്ക്ക് അത് വിട്ടുപോയെന്ന് സേതു പറഞ്ഞു. അതെ, ആ കുട്ടിയുടെ കണ്ടീഷന് ഇത്തിരി മോശമാണ്. കാരണം ആ കുട്ടിക്ക് ഇടയ്ക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോൾ ആളാകെ വയലന്റ് ആയായിരുന്നു പറഞ്ഞു. അല്ല വേറെന്തെങ്കിലും മെഡിസിൻ കഴിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ? ഡിപ്രഷനുള്ള എന്തെങ്കിലും അങ്ങനെ? അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ഡോക്ടറെ ആൻറ്റി ഡിപ്രഷൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അവളത് കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ്. സേതു പറഞ്ഞു, അവളൊരു വാശിക്കാരിയാ ഡോക്ടറെ, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മെഡിസിനൊക്കെ കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കണം. നിങ്ങളെന്താ അതിനെക്കുറിച്ചൊന്നും നോക്കിയില്ലേ? അല്ല നിങ്ങൾ അവളുടെ ഭർത്താവാണോന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഞാൻ ഭർത്താവല്ല, ഞാൻ സഹോദരനാന്ന് പറഞ്ഞു. ഓ അല്ല പിന്നെന്താ നിങ്ങൾ അവളെ ശ്രദ്ധിക്കായിരുന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ അവൾക്ക് ഈ കുഞ്ഞിനെ വേണം തന്നെ ഇല്ലായിരുന്നു. ഈ കുഞ്ഞിനെ വേണ്ടാന്നൊരു നിലപാടില്ലായിരുന്നു അവള്. അതുകൊണ്ടാണ് അവൾ ഈ മെഡിസിനൊക്കെ കഴിക്കാതിരുന്നതെന്ന് പറഞ്ഞു. ഡോക്ടർ ഞാൻ നോക്കട്ടെ. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല അതിനുശേഷം ഞാൻ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയോട് പറഞ്ഞു, ഈ പല്ലവി എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, എനിക്കും അത് സേതു കേട്ടാ. ഇനിയിപ്പം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി വരെ എനിക്കുണ്ട്. കാരണം അവളുടെ ആരോഗ്യം അത്രയ്ക്ക് മോശമാണ്. അവൾ ഒന്നാമത്തെ കാര്യം മെഡിസിനും കാര്യങ്ങളും പോലും നേരെ ചൊവ്വേ കഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ആകെപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.